വിവേക് എന്നാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ. അദ്ദേഹം ഇപ്പോ നല്ല കുട്ടിയെ നല്ല വെൽത്തി ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് സെറ്റിൽഡ് ആണ് ദുബായില്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് യോഗ്യത അറിയോ? അറിയില്ല. അത് കുറെ അധികം ഉണ്ട് യോഗ്യത കേട്ടോ. പക്ഷെ അതിനൊക്കെ മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, SCMS കോളേജിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം കളമശ്ശേരി, അതായത് എറണാകുളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കളമശ്ശേരിയിൽ SCMS എന്ന് പറഞ്ഞ ഒരു സ്വാശ്രയ കോളേജിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അപ്പോ ഞാൻ എന്റെ ഫേസ്ബുക്കില് വെറുതെ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഓരോ നേതാക്കന്മാരുടെ മക്കൾ എവിടെ നിന്നൊക്കെ പഠിച്ചു എന്ന്. അത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന ഒരു മാന്യദേഹനെ വിളിച്ചു. എന്തറിഞ്ഞിട്ടാണ് മാഡം ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നത് പറയൂ. എന്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം അവിടെ ഇവിടെയുള്ളൊരു കോഴ്സ് തോറ്റ് കിടന്നിട്ട് സിൻഡിക്കേറ്റ് കൂടി ഒരു സ്പെഷ്യൽ സാങ്ഷൻ വെച്ചിട്ടാണ് 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് പാസ്സാക്കി വിട്ടത്. പുഷ്പനെ അറിയാമോ? പുഷ്പനെ അറിയാം. അറിയാമോ? എങ്ങനെ അറിയാം? സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം അത് കൊണ്ടുവരുന്നതിനെതിരെ വലിയ പ്രതിഷേധം കൂത്തുപറമ്പിൽ നടക്കുമ്പോ വെടിയേൽക്കുകയും കിടപ്പിലായി പോവുകയും ഒടുവിൽ ഇപ്പോ മരണപ്പെട്ടു പോവുകയും ചെയ്ത പുഷ്പ. ഒരു പാട്ടുണ്ടാക്കിയത് അറിയാമോ? നമുക്ക് എന്റെ കൂടെ ഒരുമിച്ച് പാടിയാലോ? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. അതിന് ഞാൻ തിരുവാതിരകളിയൊന്നും കളിക്കൂല കേട്ടോ. അത്രയും ഒരു അമ്മ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ചേച്ചി എന്നുള്ള നിലയിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് പറയുന്നത്. സ്വാശ്രയ കോളേജുകൾ ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് സമരം നടത്തിയതിനെ തുടർന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് മരണം വരെ ബെഡ്രിഡൻ ആയിരുന്നു, പാരലൈസ്ഡ് ആയിരുന്നു. എന്നിട്ട് ഈ പിണറായി സഖാവ്, ഇപ്പോഴത്തെ വീണ തൈക്കണ്ടി ഉണ്ടല്ലോ, എല്ലാത്തിനും കാരണഭൂതയായ മകൾക്ക് വേണ്ടി മാതാമൃതാനന്ദമയത്തിന് ആൾദൈവം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പുച്ഛം, ദൈവമേ ഇല്ലല്ലോ, പിന്നെ ആൾദൈവങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അമൃതാനന്ദമയിയുടെ കോയമ്പത്തൂരുള്ള ആ സ്ഥലത്തിന്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, കോയമ്പത്തൂരുള്ള കോളേജിലാണ് പഠിപ്പിച്ചത്. ബെർലിൻ കുഞ്ഞനന്ദൻ എന്നും പറഞ്ഞ ഇതിലൊരു അനുഭാവിയുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇവരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി, ഇദ്ദേഹം ഈ കുട്ടി ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലും എഴുതിയിട്ടില്ല, വിളിച്ചു വരുത്തി പാലക്കാട് നിന്ന് കാറില് കൊണ്ടുപോയി അഡ്മിഷൻ മേടിക്കുന്ന സമയത്ത് ഇദ്ദേഹവും കൂടി ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പറഞ്ഞു. ഏത് ക്ലാസ്സിൽ ഈ കുട്ടി പാസ്സായി എന്നറിയില്ല, എന്തൊക്കെ ആയിക്കോട്ടെ ആ കുട്ടി അത് പാസ്സായി. അപ്പൊ സ്വാശ്രയത്തിന് വേണ്ടി ഒരാളെ അവിടെ പാരലൈസ്ഡ് ആയിട്ട് പ്രായനായിട്ട് കിടത്തിയിരിക്കുന്നു. സ്വന്തം മകൾക്കും മകനും വേണ്ടി ഇദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോയി സ്വാശ്രയ കോളേജുകളിൽ വിദ്യാഭ്യാസം നടത്തുന്നു. അത് കഴിഞ്ഞ് മൂത്ത മകൻ പാസ്സായത് എവിടെ നിന്നാണെന്ന് അറിയാമോ? എവിടെന്നാ?